സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ. പാസ്റ്റർ എൻ സ്റ്റീഫൻ, നേശമണി സ്റ്റീഫൻ, ചർച്ച് ഓഫ് ഗാന്ധിധാം, ശാലേം ചർച്ച് ഓഫ് ഗാന്ധിധാമിൻ്റെ സീനിയർ പാസ്റ്റർ കഴിഞ്ഞ ദിവസം നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. ഗുജറാത്തിലെ ഏറ്റവും വലിയ പെന്റിക്കോസ്റ്റൽ ചർച്ചുകളിൽ ഒന്നാണ് പാസ്റ്റർ എൻ സ്റ്റീഫൻ്റെ ചർച്ച്. 89 വയസ്സായിരുന്നു ആ പ്രിയ ദേവദാസന്. പാസ്റ്റർ എൻ സ്റ്റീഫനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ, ചർച്ച് ഓഫ് ഗാന്ധിധാമിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ് ഈ വീഡിയോയിൽ. വ്യക്തിപരമായിട്ട് എനിക്ക് പാസ്റ്റർ എൻ സ്റ്റീഫനുമായിട്ട് പരിചയമോ അടുപ്പമോ ഇല്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിലെ ഒരു വിവാഹ ശുശ്രൂഷയിൽ ഒന്ന് പങ്കെടുത്ത് പരിചയപ്പെട്ടത് ഓർക്കുന്നു. എന്നാൽ ഞങ്ങളുടെ മുംബൈ ചർച്ചിലെ വർഷിപ്പ് ടീമിലെ വർഷിപ്പ് ലീഡ് ചെയ്യുന്ന ശാമുവേലിൻ്റെ മാതൃസഭയാണ് ചർച്ച് ഓഫ് ഗാന്ധിധാം. അപ്പോൾ ശാമുവേൽ പല പ്രാവശ്യവും പറഞ്ഞ് സ്റ്റീഫൻ പാസ്റ്ററെക്കുറിച്ച് നല്ലൊരു അറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നിര്യാണ വാർത്ത കേട്ടപ്പോൾ ആ ദേവദാസനെക്കുറിച്ച്, ആ ചർച്ചിനെക്കുറിച്ച് ചില നല്ല അനുഭവങ്ങൾ ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി. അത് നമുക്ക് അനുഗ്രഹമായി തീരും. എൻ സ്റ്റീഫൻ എന്ന് പറയുന്ന ആ പാസ്റ്ററെ ഒരുപക്ഷെ അറിയാത്തവർ ചിലരെങ്കിലും മലയാളക്കരയിലുണ്ടായിരിക്കും. അവർക്ക് ഈ ന്യൂസ് ഒരനുഗ്രഹമായി തീരുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഇങ്ങനെ പാസ്റ്റർ എൻ സ്റ്റീഫനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതൊരു ചെറിയ ജീവചരിത്ര കുറിപ്പാണെന്ന് കൂട്ടിക്കൊള്ളുക. ഞാൻ പറഞ്ഞല്ലോ, 89 വയസ്സുണ്ടായിരുന്നു പാസ്റ്റർ എൻ സ്റ്റീഫന്. ഗുജറാത്തിലെ തന്നെ ഏറ്റവും വലിയ പെന്റിക്കോസ്റ്റൽ ചർച്ചുകളിൽ ഒന്നാണ് ചർച്ച് ഓഫ് ഗാന്ധിധാം. 1200ഓളം ആളുകൾ ആ ചർച്ചിൽ ആരാധിക്കുന്നു. മലയാളികൾ, തമിഴർ, തെലുങ്കർ, ഗുജറാത്തികൾ, എല്ലാ ഭാഷക്കാരും ഒന്നിച്ച് ആരാധിക്കുന്ന ഒരു സഭ. അതുകൊണ്ട് തന്നെ പാട്ടുകളൊക്കെ എല്ലാ ഭാഷയിലും സാധാരണ പാടും. ചർച്ചിൻ്റെ പ്രത്യേകത മനോഹരമായ വലിയ സഭാഹാളൊക്കെയാണ്. പക്ഷെ വലിയ അച്ചടക്കമുള്ള ഒരു ചർച്ചെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ശാമുവേൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട്. എന്നാൽ എൻ സ്റ്റീഫൻ പാസ്റ്ററുടെ മരണവാർത്ത കേട്ടപ്പോൾ ഞാൻ കുറേ കൂടി അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തിയ വിവരങ്ങളാണിപ്പോൾ ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. 1957 ആദ്യമായിട്ട് എൻ സ്റ്റീഫൻ പാസ്റ്റർ ഗാന്ധിധാമിൽ എത്തുന്നത്. ആ സമയത്ത് ഗാന്ധിധാമിൽ ഒരു പെന്റിക്കോസ്റ്റൽ ചർച്ചില്ല. എൻ സ്റ്റീഫൻ പാസ്റ്ററും ഒരു പ്രൊട്ടസ്റ്റന്റ് വിശ്വാസി മാത്രമാണ്. അദ്ദേഹത്തിന് ഇന്നത്തെ ഭാരത് പെട്രോളിയം, അന്നത്തെ പേര് ഈസ്റ്റ് വെയിൽ ബർമ ഷെൽ എന്നായിരുന്നു, ആ കമ്പനിയിൽ ജോലിയുമായിട്ടാണ് ഗുജറാത്തിലേക്ക്, ഗാന്ധിധാമിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ 1957 ഗാന്ധിധാമിൽ 10-20 ക്രിസ്ത്യൻസ്, അതിനകത്ത് ചില തമിഴർ, 5-6 മലയാളികൾ, 4-5 തമിഴർ, കുറേ ഗുജറാത്തികൾ ഒക്കെയുള്ള ഒരു ചെറിയ പ്രൊട്ടസ്റ്റൻ്റ് കൂട്ടായ്മയിൽ എൻ സ്റ്റീഫൻ പാസ്റ്റർ പോകുന്നു. അദ്ദേഹം ഈ കമ്പനിയുടെ ജോലിക്കാരനായിട്ട് അവിടെ ചെന്നതാണ്. ആ കൂട്ടായ്മയിൽ ആദ്യമായിട്ട് തൻ്റെ ഒരു സാക്ഷ്യം പറയുന്നു. ആ സാക്ഷ്യം കേട്ടുകഴിഞ്ഞപ്പോൾ ആ ഒരു ചെറിയ കൂട്ടായ്മ ഒരു സഭാ കൂടിയവരുമായി മുൻപോട്ട് പോകുവാനുള്ള ഒരു ആശയത്തിലേക്ക് എത്തി. എന്നാൽ അതിന് പിന്നിൽ മറ്റൊരു കഥയുണ്ട്. 2 സഹോദരിമാർ, 2 പ്രായമുള്ള മാതാക്കളെന്ന് വിളിക്കാം. സിസ്റ്റർ അരുമയമ്മാൾ, സിസ്റ്റർ ഗ്രേസ് തെയ്യമ്മ എന്ന് പറയുന്ന 2 സഹോദരിമാർ. അവർ കഠിനമായ പ്രാർത്ഥനയിലായിരുന്നു. ഗാന്ധിധാമിൽ ഒരു ഉണർവഹിക്കണമെന്നുള്ള പ്രാർത്ഥനയിൽ. ശരിക്കും പിന്നീടാണ് ഈ 2 സഹോദരിമാരുടെ പ്രാർത്ഥനയും നിലവിളിയെക്കുറിച്ചൊക്കെ കേൾക്കുന്നത്. എന്താണെങ്കിലും ദീർഘനാളത്തെ ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ടെന്ന വണ്ണം എൻ സ്റ്റീഫൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ ചെല്ലുന്നു.
ഒരു പ്രൊട്ടസ്റ്റൻ്റ് കൂട്ടായ്മ അവിടെ രൂപപ്പെടുന്നു. അങ്ങനെ 1958 ആദ്യത്തെ പ്രൊട്ടസ്റ്റൻ്റ് ചർച്ച് ഗാന്ധിധാമിൽ രൂപപ്പെടുന്നു. 1962 ആയപ്പോഴേക്കും ഈ പ്രൊട്ടസ്റ്റൻ്റ് ചർച്ച് ഒരു പെന്റിക്കോസ്റ്റൽ ചർച്ചായി മാറി. എന്ന് പറയുമ്പോൾ അത് കച്ച് ഏറിയയിലെ ആദ്യത്തെ പെന്റിക്കോസ്റ്റൽ ചർച്ച്. 1970കളുടെ ആരംഭത്തിൽ എൻ സ്റ്റീഫൻ പാസ്റ്റർ തൻ്റെ ജോലിയൊക്കെ വിട്ട് പൂർണ്ണമായി ഈ ഒരു കൂട്ടായ്മയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നു. അങ്ങനെ 1971 മുതൽ ഈ ദിവസം വരെ ഈ വാത്സല്യമുള്ള കർത്താവിൻ്റെ ദാസൻ ഏതാണ്ട് 55ഓളം വർഷം ഈ ചർച്ച് ഓഫ് ഗാന്ധിധാം, ശാലേം ചർച്ച് ഓഫ് ഗാന്ധിധാമിൻ്റെ നേതൃത്വത്തിലായിരുന്നു, പാസ്റ്ററായിരുന്നു. ഇനി ഞാൻ കുറേ കഥകൾ പറയാം, പ്രത്യേകതകൾ ഈ പാസ്റ്ററെക്കുറിച്ച് പറയാം. ഈ പാസ്റ്റർക്ക് 89 വയസ്സുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം കുറയുന്ന കുറച്ച് ദിവസമേ ഉള്ളൂ. ഈ അടുത്ത സമയം വരെ താൻ ആക്റ്റീവായിട്ട് ശുശ്രൂഷയിൽ മുൻപിൽ നിന്നു. മാത്രമല്ല, ഈ 1200 പേരുള്ള ചർച്ച്, ഈ ചർച്ച് മുഴുവൻ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് ഒന്നിച്ചു നിന്നു. ഇനിയും ഒന്നുകൂടി പറഞ്ഞാൽ 89 വയസ്സ് വരെ വിവാഹം കഴിക്കാതെ ഒരു ജീവിതം സ്റ്റീഫൻ പാസ്റ്റർ നയിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം ശുശ്രൂഷയിൽ വന്ന ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനം അതായിരുന്നു, ആ ഫെയ്ത്തോമിൽ തന്നെ താമസിച്ചുകൊണ്ട്, മാത്രമല്ല 10-14 ബ്രാഞ്ച് ചർച്ചസ് ഉണ്ട്. ഗുജറാത്തിലും രാജസ്ഥാനിലും ഡൽഹിയിലുമൊക്കെയായിട്ട് ബ്രാഞ്ച് ചർച്ചസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ നേതൃത്വം ഈ 80 വയസ്സിലും ഈ ദേവദാസൻ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയും പ്രായമായിട്ടും ഒരു വ്യക്തി പോലും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയോ അദ്ദേഹത്തിനെതിരായി സംസാരിക്കുകയോ ചെയ്യാതെ വേണം. അത്ര വലിയ ഒരു സ്പിരിച്വൽ അതോറിറ്റിയുടെ ഉടമയായിരുന്നു ഈ ദേവദാസൻ. അദ്ദേഹം മലയാളിയല്ല, പക്ഷെ മലയാളം നന്നായി സംസാരിക്കുമായിരുന്നു. തമിഴ്നാട്ടിലെ നാഗർകോവിൽക്കാരനാണ്. എന്നാൽ മലയാളം മാത്രമല്ല, തെലുഗും മറ്റു പല ഭാഷകളും, ഹിന്ദിയും ഇംഗ്ലീഷുമൊക്കെ നന്നായിട്ട് സംസാരിക്കുന്ന, വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ഒരു അനുഗ്രഹീതനാകുന്ന ദേവദാസൻ. എളുപ്പമുള്ള കാര്യമല്ല 1200 പേരുള്ള ഒരു ചർച്ചിനെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പോഴും ആ ചർച്ചിൻ്റെ സിസ്റ്റം, ആ ചർച്ചിൽ ആളുകളൊക്കെ നിരയായി തറയിൽ പാവിരിച്ച് ഇരിക്കുന്ന ഒരു സിസ്റ്റമാണ്. വളരെ ഭംഗിയാണത് കാണുന്നത് തന്നെ. 1200ഓളം ആളുകൾ തിങ്ങി നിറഞ്ഞ ഒരു കൂട്ടായ്മ അച്ചടക്കത്തോട് വന്നിരുന്ന് ആരാധിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് പാസ്റ്റർ അതിൻ്റെ ഇടയിലൂടെയൊക്കെ ഒന്ന് നടക്കും. ആളുകൾ വിറയ്ക്കും. എല്ലാവർക്കും പാസ്റ്റർ അപ്പച്ചനെ ഭയമാണ്. ഒരു സമയം കഴിഞ്ഞാൽ ചർച്ചിൻ്റെ ഗേറ്റ് അടയ്ക്കും. പിന്നെ ലേറ്റായി വരുന്നവർക്ക് അകത്ത് കയറാൻ പ്രവേശന അനുമതി ഇല്ല. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ആ ചർച്ചിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഗാന്ധിധാമിലെ ഈ ചെറിയ കൂട്ടായ്മ തുടങ്ങുന്ന സമയത്ത് പുതുതായി വരുന്ന വിശ്വാസികൾ, ഗുജറാത്തി പശ്ചാത്തലത്തിൽ നിന്നുള്ള വിശ്വാസികൾ, അവരിൽ പലരുടെയും ജീവിത സാഹചര്യങ്ങളൊക്കെ വളരെ മോശമായിരുന്നു. അതായത് സാമ്പത്തികമായി തകർന്ന വ്യക്തികൾ, വേണ്ട വിധത്തിലുള്ള വിദ്യാഭ്യാസമില്ലാത്ത വ്യക്തികൾ. പാസ്റ്റർ ചെയ്തത് എന്താണെന്നറിയാമോ? കേവലം പ്രസംഗിക്കുക മാത്രമല്ല, ഈ വീടുകളൊക്കെ വിസിറ്റ് ചെയ്യും. വലിയ അധികാരത്തോടു കൂടിയാണ്. വിസിറ്റ് ചെയ്താൽ വീട്ടിലെ അടുക്കളയിൽ ചെന്നിട്ട് പാത്രമൊക്കെ തുറന്നു നോക്കും, അരിയും സാധനങ്ങളും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തും. അതുകൊണ്ടും തീർന്നില്ല. പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ പുസ്തകമൊക്കെ തുറന്നു നോക്കും, ഹോംവർക്കൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കും. അവരെയൊക്കെ ശാസിക്കും, അല്ലെങ്കിൽ പഠിക്കുവാൻ ഉത്സാഹിപ്പിക്കും. ഇനിയും ഒന്നുകൂടെ കടത്തി പറഞ്ഞാൽ, ഈ പറഞ്ഞ ഗുജറാത്തി വിശ്വാസികളുടെയൊക്കെ ചിലപ്പോൾ ബാങ്ക് പാസ്ബുക്ക് എടുത്ത് നോക്കും. അക്കൗണ്ടിൽ എന്തുണ്ട്, എന്ത് വരുമാനമുണ്ട്, എങ്ങനെയാണ് കാര്യങ്ങൾ ചെലവഴിക്കുന്നത്, എല്ലാ മേഖലയും പാസ്റ്റർക്ക് നന്നായിട്ടറിയാം.
ഞാൻ പറഞ്ഞല്ലോ, വിവാഹമൊന്നും കഴിക്കാതെ ജീവിതം മുഴുവൻ ക്രിസ്തുവിൻ്റെ വേലയ്ക്ക് വേണ്ടിയും വിശ്വാസികൾക്ക് വേണ്ടിയും സഭയ്ക്കായും സമർപ്പിച്ച ഒരു ദൈവദാസനാണ്. കഴിഞ്ഞ 50-ഓളം വർഷങ്ങൾ ഫെയ്ത്ത് ഹോമിൽ താമസിച്ചു. ഫെയ്ത്ത് ഹോമിൽ കഴിഞ്ഞ ദിവസം നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. അങ്ങനെ ഒരു ദൈവദാസനാണ് അദ്ദേഹം. ഓരോ വീട്ടിലും ചെന്ന് ഓരോ വീട്ടിലെ ആളുകളുടെയും ആവശ്യങ്ങൾ, കുറവുകൾ ഒക്കെ മനസ്സിലാക്കി അവരെ ട്രെയിൻ ചെയ്യുവാൻ തുടങ്ങി. അവരുടെ സാമ്പത്തിക ജീവിതത്തിൽ അച്ചടക്കം കൊണ്ടുവരാനുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തു. കുട്ടികളെ പഠിപ്പിക്കുവാനുള്ള ഗൈഡൻസ് കൊടുത്തു. ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും കണ്ണെത്തുന്ന കേവലം ഒരു ഇടയനല്ല, ഒരു അപ്പനെ പോലെ ആ ചർച്ചിലെ ആളുകൾക്ക് വേണ്ടി ഇടപെടുവാൻ തുടങ്ങിയപ്പോൾ അവരുടെ സാമൂഹിക നിലവാരം മാറി. ആ കുടുംബങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു. അവർ ജീവിതത്തിൽ പച്ചപിടിക്കാൻ തുടങ്ങി, അനുഗ്രഹിക്കപ്പെടുവാൻ തുടങ്ങി. അങ്ങനെ ഒത്തിരി കഥകൾ ഗാന്ധിധാം ചർച്ച് ഓഫ് ഗോഡിൽ നിന്ന് നമുക്ക് കേൾക്കുവാൻ ഇടയായിത്തീരും. അദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ ശുശ്രൂഷ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച 6-ാം തീയതി മാർച്ച് മാസം രാവിലെ ആരംഭിച്ചു. ആ ഫ്യൂണറലിൽ കേട്ട ഒരു കാര്യം, 1200-ലധികം വിശ്വാസികളുള്ള സഭയിൽ എല്ലാവരുടെയും പേരുൾപ്പെടെ വ്യക്തിപരമായി അദ്ദേഹത്തിനറിയാം. എല്ലാവരെക്കുറിച്ച് ഓർക്കും. എല്ലാവരെക്കുറിച്ചും അവരുടെ ആവശ്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് എപ്പോഴും ഓർമ്മയും മനസ്സിൽ നല്ല ബോധ്യവും നിർണയവുമുണ്ട്. അങ്ങനെ ജീവിച്ച ഒരു ദൈവദാസൻ നമ്മുടെ ജനറേഷനിൽ ശരിക്കും വളരെ കുറവാണ്. ശരിക്കും പറഞ്ഞാൽ ഒട്ടും സംശയമില്ലാതെ ഒരു അപ്പോസ്തോലൻ എന്ന് നേരിട്ട് വിളിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം നേശമണി സ്റ്റീഫൻ എന്ന് പറയുന്ന ശ്രേഷ്ഠനാകുന്ന ദേവദാസൻ. ഇന്ന് ശനിയാഴ്ച ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ മാർച്ച് മാസം 7-ാം തീയതി അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ശുശ്രൂഷ നടക്കുന്ന ദിവസമാണ്. ഇന്ത്യയുടെ ഓരോ കോണിലും നേശമണി സ്റ്റീഫനെ പോലെയുള്ള ദൈവദാസന്മാർ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ പാസ്റ്റർ നേശമണി സ്റ്റീഫന് 3-4 തലമുറകളെ സ്വാധീനിക്കുവാൻ കഴിഞ്ഞു. അതിൻ്റെ തെളിവാണ് എൻ്റെ ചർച്ചിൽ വർഷിപ്പ് ലീഡ് ചെയ്യുന്ന ശാമുവേൽ ശിവാനന്ദം. ഇന്നത്തെ ഫ്യൂണറൽ സർവീസിൽ ഞാൻ കേട്ടു ശാമുവേലിൻ്റെ മമ്മി പറയുന്ന ഒരു സാക്ഷ്യം. ശാമുവേലിനോട് ചെറുപ്പം മുതലേ പറഞ്ഞു വളർത്തിയത്, നീ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും നിൻ്റെ റോൾ മോഡൽ പാസ്റ്റർ എൻ സ്റ്റീഫൻ ആയിരിക്കണം. അങ്ങനെ തലമുറകളെ ദൈവസന്നിധിയിൽ നടത്തുവാൻ ഭാഗ്യം കിട്ടിയ ഒരു ദൈവദാസൻ. ശാമുവേലിൻ്റെ മമ്മി, ശാമുവേലിൻ്റെ വലിയപ്പച്ചൻ ഒക്കെ ആ സഭയിലെ, ശാമുവേലിൻ്റെ മമ്മി, ശാമുവേലിൻ്റെ വലിയപ്പച്ചനൊക്കെ ആ സഭയുടെ തുടക്കം മുതലുള്ള അംഗങ്ങളായിരുന്നു. അപ്പോൾ 3-4 തലമുറയെ ഗൈഡ് ചെയ്ത ഒരു ദൈവദാസൻ. ആസാദിയുടെ പ്രഷർക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. ചർച്ച് ഓഫ് ഗാന്ധിധാം 1200-ഓളം ആളുകൾ ഇന്ന് ആരാധിക്കുന്ന ഒരു വലിയ മാതൃകയുള്ള പെന്റിക്കോസ്റ്റൽ ചർച്ച്. എല്ലാ ദൈവദാസന്മാരെക്കുറിച്ച് പറയുമ്പോഴും ആ ചർച്ചോ ആ വ്യക്തിയോ പെർഫെക്റ്റ് ആണെന്ന് ഒരിക്കലും നമുക്ക് പറവാൻ പറ്റുകയില്ല. കാരണം പെർഫെക്റ്റായിട്ട് ഒരു ചർച്ചോ ഒരു വ്യക്തിയോ നമുക്ക് കണ്ടുകിട്ടുകയില്ല. പക്ഷേ തിന്മകൾ നിറഞ്ഞ ഈ ലോകത്തിൽ മാതൃകകൾ ആക്കുവാൻ കഴിയുന്ന ചിലരെങ്കിലും ഉണ്ട് എന്ന് പറയുന്നത് ഒരു വലിയ നന്മയാണ്. അങ്ങനെ ചിലർ കൂടെ എഴുന്നേൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.